ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ്. അതൊക്കെ പോട്ടെ, ഇന്ന് ഞാനും ജുനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ വേറെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാമെന്ന്. വേറൊന്നുമല്ല, ജുനു ഡസ് മൈ മേക്കപ്പ് ചാലഞ്ച് ആണ് ഇന്നത്തത്. അതായത് ജുനുവിനെ നല്ലതുപോലെ സുന്ദരിയാക്കി ഒരുക്കാൻ പോവാണ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെയാണോ ഒരുങ്ങി പോകുന്നത് അതുപോലെ എന്നെ ഒരുക്കണം. വലിയ കാര്യങ്ങൾ, വലിയ പ്രൊഡക്ട്സ് ഒന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കണ്ണെഴുതുക, ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് തരിക, ലിപ്സ്റ്റിക് ഇടുക, ഇതൊക്കെ. താജ്മഹൽ പണിയാൻ പോകുമ്പോൾ എന്നെ താജ്മഹലോ എന്തോന്ന് വെച്ചാൽ എന്റെ ഫേസിൽ നല്ല സുന്ദരിയാക്കി ഒരുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഗൈസ്, ഞാൻ സാധനങ്ങൾ എടുക്കട്ടെ. ഈ ഒരു ബാഗില് എല്ലാം ഉണ്ട്. എന്നെ ഒരുക്കാനുള്ള എല്ലാം ഉണ്ട്. സൗണ്ട് ഉറക്കെ പറ. കേക്കാവോന്ന് എനിക്കറിയത്തില്ല, മൈക്ക് ഞാൻ എടുത്തില്ല. ഈ ഒരു പൗച്ചില് എന്നെ ഒരുക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ എന്നെ ഒരുക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കത്തില്ല. ഞങ്ങള് പണ്ട് കാരണവരെല്ലാം ബ്യൂട്ടീഷ്യൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മളൊരുക്കും, കുഴപ്പമില്ല. അപ്പൊ ഇത് അപ്പം നോക്ക്. ക്രയോണോ? നീക്ക്. ഇതെന്തുവാ? ഇതൊക്കെ ഇങ്ങനെ ഇതാക്കുന്ന എന്ത് ഇതൊക്കെ എന്ത് സംഭവം? മറ്റേ വൈറ്റ് ഇത് ബ്ലഷ് ചെയ്തോ? ഫൗണ്ടേഷൻ ഇങ്ങനെ ഒപ്പുന്നത്. ഓക്കെ. അപ്പൊ ആ സാധനമാണ് ഇത്. അത് മറ്റേ ഇതല്ലേ? അല്ല, ഇത് സംഭവം ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നോണ്ടാട്ടോ ഐബ്രോസ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്. ഇത് ലാഷസ് അല്ല, ഐബ്രോസ്. അത് അല്ലല്ല, ഐഷാഡോ. അപ്പൊ നിക്കി, ഞാൻ ഓരോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് മേക്കപ്പിന് എന്തോ ഇടുന്നത്? എല്ലാരും ഇപ്പം ഒരുങ്ങി പോകാൻ നേരം എന്തോ ഇടുന്നേ? ഫസ്റ്റ് ഒരു സംഭവം ഇടാറുണ്ട്, മോയ്സ്ചറൈസർ. അപ്പൊ അതില് മോയ്സ്ചറൈസർ കണ്ടുപിടിക്കും. ചതിയായിരുന്നില്ലേ? വായിച്ചു നോക്കടാ. അതല്ല, ഫസ്റ്റ് എടുത്തത് എന്തുവാ? അത് മോയ്സ്ചറൈസർ. ഓക്കെ, അതാട്ടോ മോയ്സ്ചറൈസർ. അതപ്പോ ഫസ്റ്റ് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എല്ലാം നല്ലപോലെ ഇരുന്ന് മക്കൾക്ക് പറ്റുന്ന രീതിക്ക് ഫേസിൽ ഫുള്ള്. ഞാൻ ഇനി ഒത്തിരി ഒന്നും പറഞ്ഞെടുത്തില്ല. സാധനങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തെടുത്തുള്ളൂ. എത്രയും വേണമെന്നോ എത്രയാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. ഇച്ചിരി കൂടി പോയി. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. മതി. ബ്ലെൻഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് കൈ കൊണ്ട് മോയ്സ്ചറൈസർ ഒക്കെ കൈ കൊണ്ട് അങ്ങ് ചെയ്താൽ മതി. ബ്യൂട്ടീഷ്യൻസ് എല്ലാം ഇത് പഠിക്കുന്നോണ്ടേ കുടുംബ പാരമ്പര്യമായിട്ട് നമുക്കിതുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെന്തോ സംഭവം എന്തുവായിരുന്നു? മോയ്സ്ചറൈസറോ? ക്രീം. ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അടുത്ത് സെറ്റായി. സോറി, എനിക്ക് കൈയില്ല. എനിക്ക് അടുത്ത എന്തുവാ? അടുത്ത സൺസ്ക്രീൻ നമുക്ക് ആവശ്യമില്ല. സെക്കൻഡ് ഇനി ആവശ്യമുള്ളത് എന്തുവായിരിക്കും? എന്തോന്ന് വെച്ചാ ചെയ്. കുളിച്ചോ? അടിച്ചടിച്ച് അതാ ആദ്യം ചെയ്യണ്ടേ. അല്ലാതെ ഇതൊന്നുമല്ല. ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പോകാതെ ആദ്യം ചെയ്യേണ്ടത് അടിച്ചടിച്ച് കുളിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് എന്താ ഇഷ്ടമുള്ളത്? എങ്ങനെയാ അടുത്ത? നമുക്ക് ബേസിക്കലി നമ്മളിങ്ങനെ പഠിക്കാത്തോണ്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ. എന്ത് സെക്കൻഡ്? ഇത് ചെയ്. അത് ഞാൻ പറയാം. ഇതാ വളരെ ആവശ്യമുള്ള സംഭവം. ഇതെന്തുവാ? നമ്മളിങ്ങനെ എല്ലാം കഴിയുമ്പോ ഇങ്ങനെ പൊടി കുത്തു വിടുക ഇങ്ങനെ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ. ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് തരാം. എന്റെ ഷെയ്ഡ് ഒരെണ്ണം അല്ല, ഞാൻ രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്ത് തരാം. അപ്പൊ എന്തോ വെച്ചിട്ടാ ഇത് മിക്സ് ചെയ്ത് കവളിലിടുന്നേ?
ഇതാക്കുന്നയോ തേക്കുന്നയോ? കൈ വെച്ച് തന്നെ അല്ല, അല്ലേ? ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നായിരുന്നു. ഒരു സംഭവം അല്ലേ? ഇതാണോ ബ്യൂട്ടി ബ്ലെൻഡർ? ഇതല്ലേ? ഓക്കെ, ഇത് വെച്ചിട്ട് ഇനി അവിടെ അത് പിന്നെ അതോടെ വെച്ചോ. ഇത്ര മതിയോ? എന്ത് ഇങ്ങനല്ലേ? പിന്നെന്ത് നമ്മക്ക് അറിഞ്ഞൂടെ? നോക്കോ, വേറെ ആളാവും. കുട്ടപ്പിയാക്കി എടുക്കുന്നു. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളയാ. എന്നെ എപ്പോഴും കാണുന്നില്ല ഒരുങ്ങി. എന്റെ കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടില്ലായിരുന്നോ? പിന്നെ ഫുള്ള് നല്ലപോലെ ബ്ലെൻഡ് ആണ്. അല്ല, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നോന്നൊരു സംശയം. ഞാൻ ഇനി പറഞ്ഞു തരത്തില്ലേ. ഇനി അടുത്ത് എന്താന്ന് വെച്ചാൽ യുക്തി പോലെ ചെയ്യണം കേട്ടോ. യുക്തിയും ബുദ്ധിയും ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യും. ഇച്ചിരി കൊണ്ട് ഞാൻ പെടലി ഓടിച്ചെടുക്കില്ലേ? എല്ലായിടത്തും ആയില്ലേ? എല്ലായിടത്തും ഇല്ല. കറക്റ്റ് ഒരു ഫേസിന് ആവശ്യം. മീശയിലൊക്കെ ഇരിക്കട്ടെ. കണ്ണിന്റെ മുന്നിൽ വേറെ സംഭവം കണ്ടോ? ഇപ്പൊ തന്നെ കണ്ടോ ആ വ്യത്യാസം? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇനി എന്ത് നമ്മള് ഓക്കെ, ഞാൻ ആ കണ്ണാടി നോക്കുന്നില്ല. ഓക്കെ, ഫൗണ്ടേഷൻ ഇട്ടോ. നിക്ക് മക്കള് വീർക്കുന്നടി വല്ലാണ്ട്. ഞാൻ വീർക്കുന്നു. ഓക്കെ, ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് എന്തുവാ എന്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് തരാമോ? പിന്നെ കൺമശില്ലേ? അതല്ല ജോ, അതല്ല ഐബ്രോസ്. എടുത്തു കൊടുക്ക, അറിയത്തില്ലല്ലോ. അതെ, ഇതൊന്ന് ഇങ്ങനെ ഇതും പിന്നെ മറ്റേ അവിടെ അതാ സംഭവം. എനിക്കറിയാലോ ഇതാന്ന്. ആദ്യം തന്നെ ഇതാന്ന് എനിക്കറിയാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പിരികം വരച്ചാ അത് പറ. നമ്മളെ അന്തുവിനൊക്കെ നമ്മള് പിരികം എഴുതി കൊടുക്കുന്നോണ്ട് നമുക്കറിയാം. ഇതെന്ത് 3-4 കളർ? അതിൽ ഏത് കളർ വേണമല്ലോ എന്റെ പിരികത്ത്. എന്റെ പിരികത്തിന്റെ കളർ ഏതാ? കറുപ്പ്. ഇത്രയൊക്കെ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ ഒരു കളർ കിട്ടുമല്ലോ. പാലറ്റോ? ഇവിടുന്ന് പോ. ഇങ്ങനെ ആക്കണ്ടേ? ഞാൻ നോക്കുന്നില്ല കണ്ണാടി, ഞാൻ നോക്കുന്നില്ല. എനിക്ക് നോക്കരുതെന്നുണ്ട്. കണ്ണാടിയാ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ സെറ്റാക്കി തരും. ഓ, ഇതിച്ചിരി കൂടി. ഇത് മായ്ക്കാൻ പറ്റൂ ഇതാക്കിയത്? കുറച്ച് ഈ സാധനം തോട്ട് നീക്കാം. അത് കണ്ടോ, എല്ലാത്തിനും അതിൻ്റെതാ ഇതുണ്ട്. നോക്കട്ടെ. പണി പാളി. ഒരിക്കലും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇത് പുറത്തു പോകാൻ വേണ്ടിട്ടായിരുന്നല്ലേ? അത് പറ. 2 കളറൂടെ മുക്കണ്ടായിരുന്നു. മൊത്തത്തിൽ പണി പാളി. ഇല്ല, അപ്പുറത്തേക്ക് കൂടെ വരയ്ക്കുമ്പോ ശരിയാവും. ഒരിക്കൽ പകരായി പോയടേ. ഇത്രയും കട്ടിക്ക് നിനക്ക് വേണ്ടായിരുന്നല്ലേ? എനിക്കറിയത്തില്ല. ഇതാക്കി ഇങ്ങോട്ടൊന്നും പിരികമില്ല കേട്ടോ. വെച്ച് പിടിപ്പിക്കണം. അതാ എനിക്ക് പിരികം എവിടെയാണോ ഇല്ലാത്തത് അവിടെ ഫില്ല് ചെയ്ത് തരണം. അതല്ലേ ചെയ്യുന്നേ. അങ്ങനെയാണോ? അത് പറ. അടുത്ത ഐഷാഡോ. ഐഷാഡോ ഇതിലേതാ ഐഷാഡോ? ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മള് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു കല്യാണത്തിന് ഇപ്പൊ എങ്ങനെയാന്ന് ഒരുങ്ങി പോകുന്നു അതുപോലെ തന്നെ ഒരുക്കണം. നെസിലൊക്കെ അടിച്ചു കുളിക്കുക, ഒറ്റപ്പോക്ക്, കണ്ണെഴുതുക, പോവുക. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ മേക്കപ്പ്. അതെ, ഐഷാഡോ കൈ എടുത്ത് വെച്ചിട്ട് ഇത് രണ്ടും നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ എങ്ങനെ സാധാരണ കുറച്ചൊക്കെ ഉള്ളു. എങ്ങനെയാന്ന് വെച്ചാ നിന്റെ ഒരു ഭംഗിയില് താജ്മഹൽ അല്ലേ ഞാൻ. അത് കളറില്ലാത്തല്ലേടോ. നിന്റെ ഇഷ്ടം. അതാ വേണ്ടേ. ആദ്യം ഇത്, അത് കഴിഞ്ഞിട്ടാ കളറുള്ള. ഇത് കഴിഞ്ഞിട്ട് എന്തുവായിരിക്കും കണ്ണി ചെയ്യേണ്ടത്?
പൊടിയൊക്കെ തുടച്ചാളാണ്. ഐലൈനർ ആ അതെനിക്കറിയാം. എന്തോ അത്ര പാട്. നോക്കട്ടെ. കളർ വേണം എനിക്ക്. ഇങ്ങനെ ഈ ഡ്രസ്സിനൊക്കെ പറ്റിയ ഒരു കളർ ആക്കി തരാൻ പറ്റുമോ? പിന്നെ അത് നമുക്ക് ലൈറ്റ് കൊണ്ടുവരും. പെയിന്റ് അടിക്കുന്നവരെ കൊണ്ട് പറ്റുമോ നോക്ക്. മിനുക്കത്തി പോയല്ലോ നമുക്ക്. ആ ആവാം. കണ്ണെന്ന് പൊക്കിയേ. കുഴപ്പമില്ല. ഞാൻ ക്യാമറയിലെ കണ്ണാടിയിൽ ഞാൻ നോക്കുന്നില്ല. അത് ഓണാണോ ഫോൺ ഓണാണോ എന്ന് നോക്കണേ. കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഏതാണ് ഞാൻ ഇതിന് കണ്ടുപിടിക്കാൻ പോകും. ഇതോ കണ്ടല്ലേ അത് പറ. അയ്യോ അത് കൂടിപ്പോയി കേട്ടോ. കുറയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലേ. ഇങ്ങനെ നമുക്ക് കല്യാണത്തിന് പോകാം. നമ്മൾ ഇതൊക്കെ ഇത്ര മതി. അടുത്ത എന്തുവാ അടുത്ത ഐലൈനർ കൂടിപ്പോയി കേട്ടോ. നമ്മുടെ താഴെ നിന്ന് കണ്ണിലെ കരിയും ഐലൈനർ ആയത്. അയ്യോ ആ അതെവിടൊക്കെയാ ഇടണ്ടേന്ന് വെച്ചാ ഇടും. അടുത്തതായി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഐലൈനർ. അതെ. ഓക്കെ നോക്ക് മക്കളെ നോക്ക്. ഐലൈനർ ഇത് ചെയ്ത് ഭയങ്കര ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാ ഇതിന്റെ എല്ലാം പോകും. മേളിൽ എഴുതൂ നീ. ഞാൻ താഴെ മുകളിൽ എഴുതാറുണ്ടോ? നീ താഴെ മാത്രമേ എഴുതത്തുള്ളൂ തോന്നുന്നു. ഈ ആര് പറഞ്ഞു? ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോ മുകളിലും എഴുതാറുണ്ട്. ആണല്ലേ? എനിക്ക് രണ്ടിടത്ത് എനിക്ക് ഒരു കല്യാണത്തിന് പോകുന്ന പോലെ ഒരുക്ക്. എനിക്ക് രണ്ടിടത്ത് എഴുതുന്നേ ഇഷ്ടം. അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് രണ്ടിടത്ത് എഴുതും. വാല് വേണോന്നുണ്ട് എനിക്ക്. പിന്നെ ഇല്ലേ നിനക്ക് വാല് കൂടുതലാ. ചിരിക്കല്ലേ തിരിക്കല്ലേ കണ്ണിതാവും. ഇത് നോക്കിയിട്ട് വേണം എന്നെ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണോന്ന് ആലോചിക്കാൻ. പിന്നെ അടിയുറപ്പ്. കണ്ണുറക്കല്ലേ? കണ്ണ് നോക്കട്ടെ. പൊളിച്ച്. ഇനി ഇപ്പുറത്തെ കണ്ണല്ലേ? ആ സെയിം ഷേപ്പിൽ തന്നെ ഇപ്പുറത്തെ കണ്ണിന് വേണം. സെയിം ഷേപ്പിലെ. പിന്നെ സെയിം ഷേപ്പിൽ തന്നെ നമ്മള് തിരിക്കല്ലേ പണി പാടും. പൊളിച്ച്. ഇനി എന്താ താഴെ ഇല്ലേ? ഇത് തന്നെയല്ലേ താഴെ? നിന്റെ ഇഷ്ടം. അത് വെച്ച് ഐലൈനർ വെച്ച് എഴുതാൻ പറ്റും. അത് വെച്ച് എഴുതാൻ പറ്റും. കരി വെച്ച് എഴുതാൻ പറ്റും. എന്തോ പൊട്ടിക്കല്ലേ? ഇല്ല രാക്ഷസിയായി പണി പാളി. എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ഒരുക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരുക്കാൻ ഇത്ര കഷ്ടപ്പെട്ട് പെമ്പിള്ളാര്. അതൊക്കെ ഞങ്ങള് പോയി കുളിക്കുക, ഷർട്ടും പാൻറ്റും ഇടുക, പോവുക, കാര്യം കഴിഞ്ഞു. ജോലി ചെയ്യുമോനെ. മോളെ ഇല്ലേ ഇനിയുണ്ടോ? വാല് വരച്ചില്ല. അത് ഇതിനകത്താ. കൂട്ടിമുട്ടിക്കണ്ടേ വാല്? എനിക്ക് കണ്ണാടി നോക്കണമെന്നുണ്ട്, പക്ഷെ നോക്കുന്നില്ല. നോക്കല്ലേ സസ്പെൻസ്. ആത്മാർത്ഥമായിട്ടല്ലേ ഒരുക്കുന്നേ. പിന്നെ ഇങ്ങനെ പോകാം. ഇനി പൗഡർ ഇടാം. ഇനി നമ്മൾ മുന്നേ ഫൗണ്ടേഷൻ ഇട്ടത് എന്തോന്ന് കുറവുണ്ടല്ലോ. സ്റ്റാർ വരച്ചാലോ? അത് വേണ്ട, അത് പൊട്ടായി പോവും. നമുക്കേ ബ്ലഷ്. പിന്നെ ഇത് രണ്ടും ഇഷ്ടമുള്ള ബ്ലഷ് യൂസ് ചെയ്യാം. എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? എവിടെ ബ്ലഷ് യൂസ് ചെയ്യുന്ന? എവിടാ? കവിളില് ദാണ്ട് പോന്ന്. കയ്യിൽ വെക്കണം. എങ്ങനെയാന്ന് വെച്ചാ ബ്യൂട്ടി ബ്ലെൻഡർ ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഈ രണ്ടിങ്ങനെ ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോ ഇങ്ങനെ ബ്ലഷ് അങ്ങനെ തുടുക്കണം. ഇത് മിക്സ് ആക്കുന്നതാണോ? രണ്ടും ബ്ലഷ് ആണ് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. കണ്ണാടി നോക്കാൻ തോര വന്നിട്ട് വയ്യ. ഞാന് ഞെട്ടിയിരിക്കുക. ഇത്രയും കഴിവ് എന്നില് എനിക്ക് അറിയത്തില്ലായിരുന്നു. കഴിവ് ഏറിയ ആളാണ് ജുനു. ഇത് കണ്ടിട്ട് വേണം പിള്ളേരൊക്കെ വിചാരിക്കാൻ ഓ വാവ് എന്നെ കിട്ടുന്നവര് ഭാഗ്യവതികളായിരിക്കും. എന്നെ കിട്ടുന്നവർക്ക് ഞാൻ തന്നെ ഒരുക്കി കൊടുക്കും, വേറെ ആരും ഒരുങ്ങരുത്. ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. എല്ലാടി ഒരു പുച്ഛം. ഞാൻ ഈ മേക്കപ്പ് ഇട്ട് ഇറങ്ങിപ്പോയാ 10 പേര് എന്നെ നോക്കണം. പിന്നെ 10 പേരല്ല 20 പേരായിരിക്കും ഇത് നോക്കാൻ പോകുന്നത്.
നമുക്ക് പൗഡർ നമ്മളിട്ട ഈ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ കോമ്പാക്ട് പൗഡർ ഉണ്ട്. കോമ്പാക്ട് പൗഡർ എടുക്കൂ. ഇതാ സംഭവം. അത് വെച്ചിട്ടാ നേരത്തെ അങ്ങനെ കയ്യിലൊക്കെ ആവും, കണ്ടോ? അത് വെച്ചിട്ട് ഫേസിലൊക്കെ ഇങ്ങനെ പൗഡർ ഇടുന്ന പോലെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കല്യാണത്തിന് ഒരുക്കണമെങ്കിൽ എന്നെ വിളിക്കാം. ആർക്ക് ഒരുക്കണമെങ്കിലും മിതമായ റേറ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിപ്പോ തന്നെ നിങ്ങക്ക് കാണാലോ. ഞാൻ കണ്ടില്ലല്ലോ ആ മേക്കപ്പ്. അത് സെറ്റ് ആയിട്ടിരിക്കാൻ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. അത് പറ, നമുക്ക് ഈ സ്റ്റെപ്പായിട്ട് അറിയത്തില്ലല്ലോ. എല്ലാം കൂട്ടിക്കുഴച്ച് നമ്മള്. പിന്നെ ആക്ച്വലി എനിക്ക് ജുനുവിന്റെ അടുത്ത് സത്യം പറഞ്ഞ വിശ്വാസമുണ്ട്. കാരണം അവൻ കൊളവായിട്ട് ചെയ്യത്തില്ല. സീരിയസ് ആയിട്ട് പറയുമോ, കൊളവായിട്ട് ചെയ്യത്തില്ല. ചിലപ്പം നല്ലപോലെ ബേസിക്കലി നല്ലപോലെ ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കൂടിപ്പോയെന്നേ ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നു ഫെയർ ലെവലിയൊക്കെ തേച്ച് ഒന്ന് വിടായിരുന്നു. ഇങ്ങോട്ട് ഇവിടെ നമ്മക്കറിയാം. ചായ അടിക്കാം, ചായ അടിച്ചാൽ നമ്മളടിക്കല്ലേ തിരി. അയ്യോ എന്തുവാ ഒരു സൈഡ് ഇതായില്ല. എന്തുവാ ബ്ലെൻഡർ ആണോ? ഇല്ലല്ല, ഐലൈനർ. അവിടെ ഉണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞേ. ഒരു സൈഡ് ഇതായില്ലടി. എന്തുവാ എല്ലാരും ചോദിച്ചാൽ ഇങ്ങനെ കല്യാണത്തിന് വരുന്ന ഒരു സൈഡ് എഴുതിയില്ല അങ്ങനെ പറഞ്ഞേ. കണ്ണടച്ചേ. കുറച്ചുകൂടെ വാലടാ, എനിക്ക് ഇച്ചിരി വാല. ഞങ്ങൾ വീട്ടിൽ വാലാട്ടിന്നാ വിളിക്കുന്നത് അവളെ. ഇങ്ങോട്ട് തിരി, മൊത്തത്തിൽ പണിപാടിയടി. ഇത് മായ്ക്കാനൊന്നും ഒരു ഓപ്ഷനും ഇല്ലല്ലോ. ഒരു ഇച്ചിരി വാലിടാന്നേ വിചാരിച്ചോളൂ. അത് നമ്മള് പണിയായി പോകും നമ്മള്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരുക്കണമെങ്കിൽ വർക്ക് നമ്മള് എന്റെ ഇതില് വന്നാൽ മതി. ഫ്രീ അല്ല, ആദ്യത്തെ 5 പേർക്ക് ഫ്രീ. നടുവേദന ഉണ്ട്. മനസ്സിലായോ? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്. അത് ഫസ്റ്റ് ലിപ് ലൈനർ വരച്ച് എന്നിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടാ മതി. ഇവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ. ഈ എടുത്ത സാധനങ്ങൾ ഒന്നുകൂടെ എടുക്കാൻ പറ്റുമോ? എന്തോ ഒരു സാധനം നീ എനിക്ക് തന്നായിരുന്നല്ലോ. ഈ മറ്റേ ആദ്യം ഇങ്ങനെ തേച്ചില്ലോ ഫൗണ്ടേഷനോ? അത് കുറച്ചും എടുത്ത് കൂടിപ്പോയ അപ്പോഴേ ഇതങ്ങ് തിരിച്ച് ഇതാക്കിയാൽ മതി. ഇവിടെ എല്ലാം തേക്കണ്ട ഒന്ന് മൊത്തത്തിൽ പണിപാടി. ഫൈനൽ റിസൾട്ട് ആണെന്ന് നിങ്ങൾ ഞെട്ടും ഗൈസ്. അതെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം. എന്നെ നോക്കണം. 10 പേര് നോക്കണമെന്നേ ഉള്ളു. എനിക്ക് നോക്കുന്നിന്നെ ധാര മേക്കപ്പ് ചെയ്തെന്ന് ചോദിക്കണം. ഇങ്ങോട്ട് തിരി. ഫസ്റ്റ് ലിപ് ലൈനർ ഇങ്ങനെ ചുണ്ടിന്. ലിപ് ലൈനർ എവിടെയാ ചെയ്യുന്നത്? അതെനിക്കറിയാം. ചുണ്ടിന് ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ വരയ്ക്കുന്നത്. അത് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. ഇത് ലിപ്സ്റ്റിക് എങ്ങാണ്ട് അല്ലടി, ലിപ് ലൈനർ തന്നെ ആണോ? ലിപ് ലൈനർ ഏത് വേണം? ഇതിട്ട് കുറച്ച് മതി. ഇങ്ങനെയൊക്കെ ആക്കി സെറ്റ് ആയിക്കോ. മേളിലോട്ട് പോയത് അങ്ങനെ മായ്ക്കും നമ്മള്. ഇതിപ്പോ ഇതില്ലേ മായ്ക്കാ എന്തുവാ ഇത്? ഇവിടെ പടർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ എനിക്കറിയത്തില്ല. നീ ഇത് ചെയ്തു തരുന്നേ ഇങ്ങനെയൊക്കെ. ലാസ്റ്റ് സ്പ്രേ മേക്കപ്പ് ഒക്കെ ഇതായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്പ്രേ അടിക്കും. അത്രയൊക്കെ മതി. പിന്നെ വൃത്തിയൊന്നുമില്ല, സൂപ്പറായിട്ട് തന്നെ. നിന്നെ നോക്കട്ടെ? ഞാൻ നോക്കട്ടെ ആദ്യമേ. എന്തെങ്കിലും കുറയ്ക്കാണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക് നോക്കാൻ പോവാ. മറ്റേ തട്ടം കൂടി ഇട്ട് എന്നിട്ട് ഞാൻ നോക്കാം. ഇതാണോ തട്ടം?
ഇല്ലയോ? അങ്ങനല്ല ഇടുന്നേ, സാധാരണ ഇങ്ങനെ ഇടത്തേ ഉള്ളൂ. ആ. അങ്ങനെയൊക്കെ. നോക്കട്ടെ, തട്ട നീ ഇടുന്ന പോലെ ഒന്ന് ഇതാക്കി. ഇത് കറക്റ്റാ. ആണോ? ആ, ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നല്ല ഇടുക, നല്ല രസമുണ്ട്, കുട്ടപ്പിയായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പിരികത്തിലൊന്ന് ഇച്ചിരി ഒന്ന് വാളിപ്പോയെന്നേ ഉള്ളൂ. അത് ആദ്യത്തെ ഒരു 5 പേർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇതാണോ വാല്? വാലൊന്നും ഇച്ചിരി ഇതായി പോയി, അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ കുട്ടപ്പിയ എന്തുവാടാ? എടി ഇതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഇച്ചിരിയും കൂടെ ഇതിനകത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മുഖത്ത് നമുക്ക് ഏറ്റവും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇല്ലേ വേറൊരെണ്ണമുണ്ട്, പ്ലാസ്റ്റിക് സർജറി. അത് ചെയ്ത ഈ വൃത്തികളെല്ലാം അങ്ങ് മാറും. അല്ല ഇനി ഒരു ഓപ്ഷനും ഇല്ല. ഉമ്മ ആരെവിടെങ്കിലും വിളിച്ചോ, ആരെയും കൊള്ളത്തില്ല എന്ന് പറയട്ടെ, കമന്റിനകത്ത് പറയട്ടെ ആരെങ്കിലും കൊള്ളത്തില്ല, ഞാൻ സമ്മതിക്കാം. കൊള്ളാവോ? ഗൈസ്, വീട്ടിലൊക്കെ ഇതൊക്കെ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ മേക്കപ്പ്? ജുനു ചെയ്ത് നിങ്ങൾ കൊള്ളാന്നേ പറയത്തോളായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യാ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. എന്തുവാ നല്ല കിടിലമായിട്ടുണ്ട്, മുടുക്കിയായിട്ടില്ലേ? കുട്ടപ്പിയായിട്ടുണ്ട്. ഡാൻസിന് കൊള്ളാം. ഡാൻസ് മേക്കപ്പോ? ആ, ഞാൻ ഡാൻസിന്റെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഡാൻസിന്റെ ആ ഒരു മോഡ് പിടിച്ച അത് വേണം. പക്ഷെ കറക്റ്റാ, കണ്ണെഴുതിയിലൊക്കെ ഇച്ചിരി ഒന്ന് പോയതേ ഉള്ളൂ, അല്ലാതെ വേറെ സീനൊന്നുമില്ല. ഉത്സവമൊക്കെ ആയതുകൊണ്ട് ആ ഒരു മൂഡ് പിടിച്ച ഉത്സവത്തിന്റെ ഡാൻസ് ഒക്കെ കളിക്കാൻ സൂപ്പറാ. നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി, അവർക്ക് അറിയാം, അത് ഇഷ്ടമായെന്ന് അവർക്കറിയാം. ധൈര്യത്തിൽ പറഞ്ഞോ ഗൈസ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും ഞാൻ നോക്കും. ഇത് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇഷ്ടമായെന്ന് പറയാം. ഇഷ്ടമല്ല, കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ട് കൊള്ളത്തില്ലെന്ന് പറയണം. പിന്നെ ഫസ്റ്റ് ടൈം ആട്ടോ അവൻ മേക്കപ്പ് ചെയ്യുന്നത് തരുന്നത്, അത് തന്നെ വലിയ കാര്യം. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴേ ഇത്രയും അമേസിങ്. അപ്പൊ ഗൈസ് അപ്പൊ കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഞാൻ തലക്ക് കൊടുത്ത് ഇതാക്കുക. ഞാൻ ഇവളുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പോവാ. ഇത് കേൾക്കുന്ന എന്റെ അപ്കമിങ് ബ്രൈഡ്സിനോട് ഇല്ല, ഞാനുണ്ട്, പേടിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ജൂനു എന്നെ ഒന്ന് ഒരുക്കണോന്നുള്ളത്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പൊ എനിക്ക് ജൂനു ഒരുക്കി എനിക്ക് സന്തോഷമായി. ധൈര്യത്തിൽ പോവാം, കല്യാണത്തിനാണ്ട് പോവാൻ വന്ന് ഒരുങ്ങാൻ വേണ്ടി ഇരുന്നല്ലേ, ധൈര്യമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കല്യാണത്തിന് പോവാം. എനിക്ക് ഒരു പക്ഷെ എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിലും ജൂനുവിനെ കൊണ്ട് ഒരുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ വലിയ കുളവൊന്നും ആയില്ല, കണ്ണെഴുതിയതും പിരികും ഒക്കെ ഒന്ന് ഇതായതുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ബ്ലെൻഡ് ചെയ്ത് കേട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ പോരാ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ചാലഞ്ച് വീഡിയോസ് ഒക്കെ വേണം, എന്തായാലും കമന്റ്സിലൂടെ അറിയിക്കണേ. ഇവനുമായിട്ട് വരാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.